ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു പ്രൊഫൈൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. പ്രൊഫൈൽ എഴുതാൻ നമുക്ക് ഒരു എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. പ്രൊഫൈൽ നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സിൽ ചോദ്യങ്ങളിൽ തന്നെ തരും അല്ലേ. ആരുടെ പ്രൊഫൈലാണോ എഴുതേണ്ടത് അവരുടെ പേരും അവരെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളും കുറച്ച് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ തന്നെ തരും. നിങ്ങൾ അത് സെൻറ്റൻസ് ആക്കിയിട്ട് താഴെ പ്രൊഫൈലാക്കിയിട്ട് എഴുതാണ് വേണ്ടത്. നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ആദ്യം നമുക്ക് പ്രൊഫൈലിൻ്റെ ഒരു ഹെഡിങ് എങ്ങനെ നൽകാമെന്ന് പറയാം. പ്രൊഫൈലിൻ്റെ ഹെഡിങ് ആരുടെ പ്രൊഫൈലാണോ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ പേര് തന്നെ നിങ്ങൾ ഹെഡിങ് ആയിട്ട് അവിടെ എഴുതി കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം നിങ്ങളൊരു ബോക്സ് വരയ്ക്കണം. ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് എഴുതേണ്ടത്. എന്നിട്ട് ഇപ്പോൾ നിങ്ങളൊരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ആരുടെ പ്രൊഫൈലാണോ എഴുതാൻ പറഞ്ഞത് അവരുടെ പേര് മുകളിലായിട്ട് എഴുതുക. എന്നിട്ടൊരു അണ്ടർലൈൻ കൂടി ചെയ്യുക. ഇപ്പോൾ എന്തായി, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ഹെഡിങ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രൊഫൈലിൽ നിങ്ങൾ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ആദ്യം നിങ്ങൾ ആളുടെ പേരാണ് എഴുതേണ്ടത്. പിന്നെ അദ്ദേഹം ജനിച്ച തീയതി, ജനിച്ച സ്ഥലം, പേരൻസിൻ്റെ പേര്, എഡ്യൂക്കേഷന്, അവരുടെ ബുക്സ് അല്ലെങ്കിൽ വർക്കുകൾ, അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഡെത്തിൻ്റെ ഡേറ്റ്, മരിച്ച ഡേറ്റ് ഒക്കെയാണ് എഴുതേണ്ടത്. ഈ ഒരു ഓർഡറിൽ ആദ്യം ജനിച്ചതാണ് എഴുതേണ്ടത്, ഏറ്റവും അവസാനമാണ് മരിച്ചത് എഴുതേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം നിങ്ങൾക്ക് നെയിം തന്നിട്ടുണ്ട്. RL സ്റ്റീവൻസൺ ആണ്. ബോൺ എന്ന് പറഞ്ഞിട്ട് November 13, 1850 എഡിൻബർഗ്, സ്കോട്ട്ലാൻഡ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം? ആദ്യം നമ്മൾ ജനിച്ച കാര്യം, ജനിച്ച തീയതി, സ്ഥലമാണല്ലോ എഴുതുക. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം RL സ്റ്റീവൻസൺ വാസ് ബോൺ എന്നാണ് പറയുക. എങ്ങനെയാണ്? വാസ് ബോൺ, ജനിച്ചത് എന്നാണ്. ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്, നവംബർ, ദിവസവും തന്നിട്ടുണ്ട്, വർഷവും തന്നിട്ടുണ്ട്. ദിവസവും വർഷവും തന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? നിങ്ങൾ ഓൺ ചേർത്താൽ മതി. RL സ്റ്റീവൻസൺ വാസ് ബോൺ ഓൺ നവംബർ എന്നാണ്. മന്ത് പറയുന്നതിന് മുൻപമായിട്ട് നിങ്ങൾ ഓണാണ് എഴുതേണ്ടത്. ഓൺ November 13, പിന്നെ കോമ ഇട്ടിട്ട് വർഷം എഴുതിയാൽ മതി. അതായത് 1850 എന്ന്. ഇപ്പോൾ ഡേറ്റ് എഴുതേണ്ടത് മനസ്സിലായല്ലോ. ഇവിടെ മാസത്തിൻ്റെ മുൻപേ നിങ്ങൾ ഓൺ എന്നാണ് ചേർക്കേണ്ടത്. ഓൺ November 13, പിന്നെ കോമ, വർഷം എഴുതുക 1850 എന്ന്. ഇനി നിങ്ങൾക്ക് വർഷം മാത്രമാണെങ്കിലോ നൽകിയിട്ടുള്ളത്, അതായത് ഇവിടെ November 13 എന്ന് നിങ്ങൾക്ക് നൽകിയിട്ടില്ല, ബോൺ എന്ന് പറഞ്ഞിട്ട് 1850 വർഷം മാത്രമാണ് നൽകിയതെങ്കിൽ നിങ്ങൾ ഇൻ എന്നാണ് പറയുക. അതായത് RL സ്റ്റീവൻസൺ വാസ് ബോൺ ഇൻ 1850 എന്നാണ് പറയുക. വർഷം മാത്രമാണെങ്കിൽ വർഷത്തിന് മുൻപേ ആയിട്ട് ഇൻ ആണ് ചേർക്കേണ്ടത്. ഡേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് മാസവും ഡേറ്റും തന്നാൽ നിങ്ങൾ അവിടെ ഓൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. കോമ ഇട്ടിട്ട് വർഷം എഴുതിയാൽ മതി. ഓക്കെ. ഇനി നിങ്ങൾക്ക് വർഷം മാത്രമാണ് നൽകിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് മാസം മാത്രമാണ് നൽകിയിട്ടുള്ളതെങ്കിലും നിങ്ങൾ ഇന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഇവിടെ നിങ്ങൾക്ക് പ്ലേസ് തന്നിട്ടുണ്ട്. എഡിൻബർഗ് എന്ന് തന്നിട്ടുണ്ട്, സ്കോട്ട്ലാൻഡ് എന്ന് തന്നിട്ടുണ്ട്. എഡിൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചെറിയൊരു സ്ഥലമാണ്, സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത് വലിയ സ്ഥലം. സോ ചെറിയ സ്ഥലം എഴുതുന്നതിൻ്റെ മുൻപേ ആയിട്ട് നിങ്ങൾ അറ്റാണ് ചേർക്കേണ്ടത്. അതായത് നമ്മൾ അറ്റ് കോഴിക്കോട് ഇൻ കേരള, അറ്റ് മലപ്പുറം ഇൻ കേരള എന്നാണ്. ചെറിയ ജില്ലകളൊക്കെ പറയുകയാണെങ്കിൽ, ചെറിയ ചെറിയ സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. വലിയ സ്ഥലങ്ങൾ, വലിയ സംസ്ഥാനങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻ എന്നാണ്. രാജ്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇൻ എന്നാണ് അവിടെ ഉപയോഗിക്കുക. ഈ ചോദ്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അറ്റ് എഡിൻബർഗ് ഇൻ സ്കോട്ട്ലാൻഡ് എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ സെൻറ്റൻസ് കിട്ടി. ജനിച്ച കാര്യങ്ങൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് കിട്ടിയില്ലല്ലോ. ഒന്നുകൂടി പറയാം. RL സ്റ്റീവൻസൺ വാസ് ബോൺ ഓൺ November 13, 1850 അറ്റ് എഡിൻബർഗ് ഇൻ സ്കോട്ട്ലാൻഡ്. അതാണ് നിങ്ങളുടെ ആദ്യത്തെ സെൻറ്റൻസ് വരുന്നത്. അടുത്ത പോയിന്റ് എഡ്യൂക്കേഷൻ ആണല്ലോ. എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ് എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ എഴുതാം?
ഹീ കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം എഴുതാം. എന്താണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിൽ നിന്നാണ്. സോ എന്താണ് ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം എന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് സ്ഥലം തന്നിട്ടുള്ളത് ആ സ്ഥലം അവിടെ എഴുതിയേക്കാം. ഇവിടെ ആണാണെങ്കിലാണ് ഹി, ഇവിടെ സ്ത്രീ ആണെങ്കിൽ ഷീ എന്നാണ് വേണ്ടത്. സോ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സെൻറ്റൻസ് ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം എന്നാണ്. അടുത്ത പോയിന്റ് ഫേമസ് ആസ് എന്നാണ് തന്നിട്ടുള്ളത്. നോവലിസ്റ്റ്, പോയിന്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ ഒക്കെ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത് എന്നാണ്. ഇതിനെ നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കാം? ഹി വാസ് ഫേമസ് ആസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ അവിടെ എഴുതി കൊടുക്കുക. നോവലിസ്റ്റ്, പോയിറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ നോട്ടബിൾ വർക്ക്സ് തന്നിട്ടുണ്ട്. ട്രഷർ ഐലാൻഡ്, കിഡ്നാപ്ഡ്, ദ സ്ട്രേഞ്ച് കേസ്, ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. നിങ്ങൾ തുടങ്ങേണ്ടത് ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്നാണ്. പുരുഷനാണെങ്കിൽ ഹിസ്, ഇനി നിങ്ങൾക്കൊരു സ്ത്രീയുടേതാണ് തന്നിട്ടുള്ളതെങ്കിൽ ഹെർ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്. എന്നിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ എഴുതി കൊടുക്കുക. അടുത്തത് ഡെത്ത് എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഹി പാസ്ഡ് എവേ ഓൺ. എന്താണ് വാക്ക്? പാസ്ഡ് എവേ, നമ്മെ വിട്ടു പോയത്. നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ് എഴുതുമ്പോൾ ദിവസവും മാസവും തന്നിട്ടുണ്ടെങ്കിൽ ഓൺ എന്ന് എഴുതുക. ഹി പാസ്ഡ് എവേ ഓൺ ഡിസംബർ 3, 1894 എന്ന് എഴുതുക. സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പോലെ ചെറിയ സ്ഥലമാണെങ്കിൽ അച്ഛൻ എഴുതുക, വലിയ സ്ഥലമാണെങ്കിൽ ഇന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ള പോയിന്റ്സ് എല്ലാം എങ്ങനെ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കൊന്ന് ലാസ്റ്റ് എഴുതി നോക്കാം ഫൈനലായിട്ട്. ആദ്യം നമ്മളൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് എഴുതേണ്ടത്. ഹെഡിങ് നൽകണം. ആളുടെ പേര് തന്നെയാണ് ഹെഡിങ് ആയിട്ട് നൽകേണ്ടത്. ഞാനിവിടെ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്നാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് എഴുതാം റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ വാസ് ബോൺ ഓൺ എന്നാണ് എഴുതുക. കാരണം ഇവിടെ നവംബർ 13 ദിവസം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓൺ എന്നാണ് ഉപയോഗിക്കുക. കോമ ഇട്ടിട്ട് വർഷം എഴുതുക 1850 അറ്റ് എഡിൻബർഗ് ഇൻ സ്കോട്ട്ലാൻഡ് എന്ന് എഴുതണം. അടുത്തത് ഹി വാസ് ഫേമസ് ആസ് നോവലിസ്റ്റ്, പോയിറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ട്രഷർ ഐലാൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് ദി സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. ഹി പാസ്ഡ് എവേ. എങ്ങനെയാണ് ഡെത്ത് എഴുതേണ്ടത്? ഹി പാസ്ഡ് എവേ ഓൺ ഡിസംബർ 3, 1894. ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മളിവിടെ പ്രൊഫൈൽ എഴുതി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് അറിയിക്കണേ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.